ഇന്നൊരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു അലുവയാണ്. അതും ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു അലുവയ്ക്കായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയുള്ളതോ ചെറിയ തരിയുള്ളതോ ഏതെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 മണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അത്രയും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ കുതിർന്ന് കിട്ടും. ഞാനിപ്പോൾ നോർമൽ വാട്ടർ ഒഴിച്ച് 3 മണിക്കൂറാണ് കുതിർത്തുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളറുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. സാധാരണ എങ്ങനെയാണ് നമ്മൾ ഉരുക്കുന്നത് അതുപോലെ തന്നെ ഇതെടുക്കുന്ന സമയത്ത് ഈ പാനി അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കും, നന്നായിട്ട് കണ്ടോ ഇങ്ങനെ അമങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഊറ്റിയെടുത്ത് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ തരികളൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു 2 തവണയെങ്കിലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇത്രയും കളയാനുള്ള സാധനം നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്കൊന്നും ചെയ്യില്ല, ഇതങ്ങ് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ചെറിയ ഹോളുള്ള ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അലുവയുടെ ഒരു ടെക്സ്ചർ തന്നെ അങ്ങ് മാറിപ്പോകും. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ അലുവയ്ക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അലുവ ഉണ്ടാക്കുന്ന പാനിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് നുറുക്ക് അരച്ചത് അഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇളക്കണം, കാരണം ആദ്യത്തെ ഒരു 5-10 മിനിറ്റൊക്കെയാണ് ഇത് നന്നായിട്ട് കട്ട പിടിക്കാനുള്ളൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടിയിൽ നിന്നൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ സൈഡിലൊക്കെ കട്ടി പിടിച്ചിരിക്കും. ഇതിപ്പോൾ കണ്ടോ, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് കിട്ടും. കണ്ടോ, ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, പ്രശ്നമില്ല. നമ്മളത് കുറേ ഇളക്കി വരുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് അലിഞ്ഞ് പൊക്കോളും. അതൊന്നും പ്രശ്നമില്ല. ഒരുപാട് അങ്ങ് കട്ട കുത്താതെ നോക്കണം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് വന്നു. ഈ ഒരു കട്ടി കണ്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത് അടിവശം കട്ടിയായി പോകും, കട്ട പിടിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിലായിരിക്കും നമ്മുടെ അലുവ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ള ചെറിയ തരികളൊക്കെ അങ്ങ് ഇളക്കം തോറും അങ്ങ് പൊക്കോളും. കണ്ടോ, ഇങ്ങനെ ഒരു വിസ്ക് കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. വിസ്ക് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്പൂൺ കൊണ്ട് ഇളക്കിയാലും കുറേ ഇളക്കി വരുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇത് മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് മാറ്റിയും തിരിച്ചും വെച്ച് കൊടുത്ത് ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നെയ്യ് വരെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്തായാലും അത് ഒറ്റയടിക്ക് ചേർക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബാച്ചായിട്ട് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതാണ് പറഞ്ഞത്, മാക്സിമം 1/2 കപ്പ് വരെ ഈ ഒരു അലുവയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത നെയ്യ് ഇതിൽ നന്നായിട്ട് മിക്സായി കാണുന്നില്ല എന്നൊരു സമയമാകുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാൻ 2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഒരു ഫ്ലേവർ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്ക തന്നെയുള്ള പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടീസ്പൂൺ നിറയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണേൽ കൂട്ടാം കേട്ടോ. പക്ഷേ ഇത് കണക്കിനുള്ളതാണ് ഈ 3 ടീസ്പൂൺ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഈ ഒരു നെയ്യും കൂട്ടി 5 ടീസ്പൂൺ നെയ്യ് ഇപ്പോൾ ആയിട്ടുണ്ട്.
അപ്പോൾ വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നട്ട്സും കൂടെ ഉണ്ട് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ടീസ്പൂൺ നെയ്യാണ് ഈ ഒരു അലുവയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിമിന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അതൊന്ന് നല്ല കുറുക്കിയെടുത്താൽ മതി. അതായത് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാണ്. ഇപ്പം നോക്കിക്കേ, നമ്മൾ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാം കണ്ടോ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ കുറച്ചുകൂടെ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ വിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളങ്ങ് എടുക്കരുത്. അപ്പോൾ അലുവ നമുക്ക് വായിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതിലേക്ക് വരും. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴേ എടുക്കാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, അത് ആ പാൻ നമ്മൾ ഇളക്കിയാലും കണ്ടോ എല്ലാം ഒരുമിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്. ആദ്യമേ വിട്ട് തുടങ്ങിയെന്ന് കണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ പോലെ പശ പോലെ ഇരിക്കും. അപ്പോൾ ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഏത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അത് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ മറ്റോ തടവിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ നെയ്യ് തടവിയ ഒരു ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. പാനിൽ ഒട്ടിയിരിക്കുന്നതിലെല്ലാം ഒരുമിച്ച് വന്നാണ് വീഴുന്നത്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇത് ഒരു നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചില കൊണ്ടോ ഒരു തടിത്തവി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഭംഗിക്കായിട്ട് കുറച്ച് കാഷ്നട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വറക്കാത്താണ്. ഇനി ഇത് തണുപ്പിച്ചെടുക്കണം. അതായത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ഇത് ഒരു 3 മണിക്കൂറിനുള്ളിൽ തണുത്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഒരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. ശരിക്കും അത്രയും സമയം എടുക്കത്തില്ല കേട്ടോ ഇത് തണുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഡീമോൾഡായി കിട്ടും കേട്ടോ. നമ്മൾ നെയ്യ് തടവിയിട്ടല്ലേ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇതങ്ങ് ഇളകിപ്പോരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അലുവ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അലുവ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ ഇത് എത്ര സോഫ്റ്റാണെന്നും എത്ര ടേസ്റ്റാണെന്നും അറിയത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അലുവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.